ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമായിരുന്നു എൻ്റെ ഈ ഫീൽഡിലേക്കുള്ള എൻ്റെ വരവ്. ആദ്യം ഒരു എഴുത്തുകാരനായും സംഗീത സംവിധായകനുമായാണ് ഞാൻ ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ വന്നത്. ആദ്യമായിട്ട് ഞാൻ അറേബ്യൻ എന്ന ആൽബത്തിൽ കള്ളിപ്പൂങ്കില എന്ന ഒരു ഗാനത്തോടു കൂടിയായിരുന്നു ഞാൻ ആദ്യമായി എഴുതിയ ഗാനം. അത് ഞാൻ പ്രണയിച്ചിരുന്ന ഒരു കുട്ടിയെക്കുറിച്ചായിരുന്നു. പിന്നീട് ഓസജന എന്ന ആൽബത്തിൽ ഇതുപോലെ തന്നെ ഗാനങ്ങൾ എഴുതിയിരുന്നു. അതിലെ ഒരു പാട്ട് എഴുതിയതിന്റെ കാരണത്താൽ തെറ്റിപ്പോയ ഒരാൾ കൂടിയിട്ടാണ് എൻ്റെ ഭാര്യ. കൂട്ടിനൊരു കിളിയുണ്ടേലും ഇന്നും കൽവിൽ നീയാണ്, കൽവിനുള്ളിൽ തുറന്നാലും ഇന്നും ഉള്ളിൽ നീയാണ്. സ്നേഹത്തെ കുറിച്ച് എഴുതിയാലും പാടിയാലും ആ മനസ്സിന്റെ മണിയറയിൽ എന്നും ഞാൻ തന്നെയായിരിക്കും. ഇവളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എന്നിൽ വിരഹങ്ങളുണ്ടായത്. കാരണം പ്രണയിച്ച കുട്ടിയെ നഷ്ടമായി എന്ന് ബോധ്യപ്പെട്ടത് ഇവള് വന്നതിന് ശേഷമായിരുന്നു. അപ്പൊ ആ വിരഹങ്ങൾ മാത്രമായിരുന്നു ഞാൻ എഴുതിയിരുന്ന പാട്ടുകൾ, ഇപ്പൊ പാടുന്ന പാട്ടുകളും വിരഹത്തെ കുറിച്ച്. അപ്പോൾ ഇവള് വന്നത് കാരണം വിരഹം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞെന്നുള്ള വളരെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നിങ്ങളോടൊക്കെ വളരെ നന്ദിയുമുണ്ട്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ കൂടെ അനുഭവങ്ങളായി മാറിയപ്പോഴായിരുന്നു സത്യത്തിൽ ഞാൻ എഴുതിയ പാട്ടുകളും പാടിയ എത്ര നാള് കാത്തിരുന്ന പാട്ടുകളും മനസ്സിന്റെ മണിയറൊക്കെ നിങ്ങൾ സ്വീകരിക്കാൻ കാരണം എന്നറിയാം. നിലയില്ലാത്തൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി, ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽ കിളി ഞാനാണ്. ഈ ഗാനം ഞാൻ വാർപ്പിന്റെ പണിക്ക് പോയിരുന്ന കാലത്ത് ഒരു 2 നില വീടിന്റെ മേളിലിരുന്നിട്ട് കമ്പി കെട്ടുന്ന സമയത്ത് പൊള്ളുന്ന വെയിലേറ്റപ്പോൾ വളരെ സങ്കടം തോന്നിയിട്ട് ഈ അവസ്ഥ എന്ന് മാറിക്കിട്ടും എന്നുള്ള ദുഃഖത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു പാട്ടായിരുന്നു എല്ലാം അറിയുന്നതാണ്. പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ മുന്നേ എല്ലാ പെരുന്നാളുകളും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അന്നായിരുന്നു നല്ല സദ്യ ഉണ്ടാകുന്ന അന്ന് മാത്രമായിരുന്നു. പിന്നെ ഓരോ പെരുന്നാളിന് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മ ഒരു 5 രൂപ പോക്കറ്റിൽ വെച്ച് വരും. പള്ളിയിൽ പോകുമ്പോൾ തിരിച്ചു വന്നാൽ അത് ഉമ്മാക്ക് തന്നെ കൊടുക്കണം. അത് അന്ന് കൂടുതലും വെള്ള ഷർട്ടുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ 5 രൂപ ഇങ്ങനെ ആളുകളൊക്കെ കാണിച്ചിട്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോവുക. തിരിച്ചു വന്നാൽ അത് ഉമ്മാക്ക് കൊടുക്കും. പെരുന്നാളിന് ഉമ്മയാണ് ഡ്രസ്സൊക്കെ എടുത്ത് തരാറ് മുന്നേ, എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ. പിന്നെ ഞാൻ ഈ പ്രാവശ്യത്തെ പെരുന്നാളൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം സത്യത്തിൽ ഈ ഗായകന്റെ വേഷം തന്നെയാണ്. കാരണം എല്ലാ സ്ഥലത്ത് പോയാലും ജനങ്ങൾ നമ്മെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ. പിന്നെ മറ്റു ജോലികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പന്തൽ പണിയായിരുന്നു. പാട്ടുകാരൻ്റെ വേഷത്തിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയായ ഞാൻ പന്തൽ പണി ചെയ്തിരുന്നു ഈ സ്ഥാപനം. ഞാൻ ഈ ചെമ്പുകളെല്ലാം തലയിലേറ്റി വണ്ടിയിലേക്ക് കയറ്റുമ്പോഴും എന്നും പാടുമായിരുന്നു പാട്ടുകൾ. പക്ഷേ അതൊരിക്കലും പാട്ടുകാരനാകുമെന്ന് കരുതിയല്ലായിരുന്നു. ഇന്നും ഇതിന്റെ മേലെല്ലാം എൻ്റെ വേർപ്പുള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലാവും. അബ്ബ മ്യൂസിക് വിപണിയിലെത്തിച്ച ഞാൻ പാടിയൊരു പാട്ടാണ്. മാണിക്കക്കല്ലേ എൻ്റെ മന്ദാരപ്പൂവല്ലേ, മുഞ്ചുള്ള മോളല്ലേ, എൻ്റെ മാനിമ്പത്തേനല്ലേ, ചുണ്ടത്ത് വിരിയുന്ന പുഞ്ചിരി തന്നു ദൂരേക്ക് മായല്ലേ എന്നോമൽ പെണ്ണ്, ചുണ്ടത്ത് വിരിയുന്ന പുഞ്ചിരി തന്നു ദൂരേക്ക് മായല്ലേ എന്നോമൽ പെണ്ണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവം എൻ്റെ ഒരു ആൽബത്തിൽ അഫ്സൽ കെ പാടാൻ അന്ന് ആദ്യമായിട്ട് അഫ്സൽ കെ കാണുമ്പോൾ അഫ്സൽ കെ എൻ്റെ പേര് വിളിച്ചത് എൻ്റെ മനസ്സിലന്ന് വളരെ രോമാഞ്ചം കൊള്ളിച്ചൊരു സംഭവമായിരുന്നു. ഞാൻ ഇന്നും എപ്പോഴും ഓർക്കുന്നൊരു സംഭവം. ഇപ്പോൾ എനിക്ക് ഇന്ന് ഈ 60 പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അഫ്സൽ കെ പാടിയ ഒരു പാട്ടാണ്. മലബാറിൻ മണമുള്ള മലയാളി പെണ്ണെ, മനസ്സിന്റെ മണിവീണ നീയാണു പൊന്നെ. സത്യത്തിൽ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം നിർവഹിച്ചെങ്കിലും എൻ്റെ പാട്ടുകളുടെ കമ്പോസിങ് ഞാൻ നടത്താറ് എൻ്റെ ബാത്റൂമിൽ വെച്ചിട്ടാണ്. എന്റെ നെഞ്ചിൽ ആശ തീർത്ത പൊന്നാണു, നിന്നെ തന്നെ നോക്കി നിൽക്കാൻ രസമാണടി, നിന്നെയെന്നും ഓർത്തിരിക്കാൻ സുഖമാണടി. ഇതെന്റെ സുഹൃത്ത് ബഷീർ മാരാമുറ്റം.
ഇദ്ദേഹമാണ് അന്ന് സെയ്ദക്കയോട് എനിക്ക് വേണ്ടി ഒരു രാത്രിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ സലീമൊക്കെ. കഷ്ടപ്പാടിന്റെയും വേദനയുടെയും ഒക്കെ നടുവിൽ കിടന്നു ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ഓർക്കുമായിരുന്നു. അന്നെല്ലാം സലീമ പറയും, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം, രക്ഷപ്പെടണം. ഇത്രയൊന്നും കാലം ഇദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേട്ട് സ്വീകരിച്ച നിങ്ങൾ ഇനിയും ഇദ്ദേഹത്തിന്റെ നല്ല പാട്ടുകൾ അംഗീകരിക്കണം, ഇദ്ദേഹത്തിനെ നല്ല ഉയരങ്ങളിൽ എത്തിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താണെന്നും ഞാൻ ആരായിരുന്നുവെന്നും എൻ്റെ ഉമ്മയിലൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞു. കാരണം എൻ്റെ ഉമ്മയുടെ സങ്കടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അത്രക്കും കഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഉമ്മ അടുത്ത വീട്ടുകളിൽ ജോലിക്ക് പോയായിരുന്നു ഞങ്ങൾ വളർന്നിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇത്രയും വലിയ ഒരു നില